ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവിൻ്റെയും ശിവാനിയുടെയും വിവാഹം കഴിഞ്ഞതറിഞ്ഞ് അശോകൻ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അശോകൻ വരുന്ന സമയത്ത് പ്രണവ് ശിവാനിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാവട്ടോ. അങ്ങനെ അശോകൻ അത് കാണുന്ന സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് അശോകൻ ആ പാൽ ഗ്ലാസ് വാങ്ങിയിട്ട് നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോഴത്തേക്കും വസുന്ധരയ്ക്കൊക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. വസുന്ധരയൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പിന്നീട് എണീറ്റ് സംസാരിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ അശോകൻ ശിവാനിയുടെ കൈ അങ്ങ് പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ എന്നെയൊക്കെ പറ്റിച്ച് നീയും നിന്റെ അമ്മയും കൂടി കല്യാണം നടത്തിയല്ലേ എന്ന് പറഞ്ഞ് ശിവാനിയുടെ കരണം നോക്കി അടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രണവ് കൈയങ്ങ് തടയുകയാണ് അശോകൻ്റെ. അപ്പോൾ നിധിയൊക്കെ ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്താ അമ്മാവ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വസുന്ധര പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ അശോകൻ വിരൽ ചൂണ്ടിയിട്ട് വസുന്ധരയോട് പറയണേ, നിങ്ങൾ ഇതിൽ ഇടപെടരുത്, നിങ്ങൾ ഒരക്ഷരം മിണ്ടി പോവരുത്. എന്നിട്ട് ശിവാനിയോട് പറയുകയാണ്, നീയും നിന്റെ അമ്മയും കൂടി ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾ അത് അനുസരിക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഈ വിവാഹം നടത്തി എന്നെ ഇപ്പോൾ നാണം കെടുത്തിയില്ലേ? നീ ചെയ്ത ഈ ചതിക്ക് നിന്നെ കൊന്നല്ലാതെ എൻ്റെ ദേഷ്യം അടങ്ങില്ല എന്ന് പറഞ്ഞ് ശിവാനിയുടെ കഴുത്ത് പിടിച്ചങ്ങ് ഞെരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രണവൊക്കെ ഇതിൽ ഇടപെടുകയാണ്. നിധിയും അശോകനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധി പറയുന്നുണ്ട്, എന്താ അമ്മാവ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അശോകൻ പിടിവിടുന്നില്ല. ശിവാനിയുടെ കഴുത്ത് പിടിച്ചങ്ങ് ഞെരിക്കുക തന്നെയാണ്. അപ്പോൾ പ്രണവ് അശോകൻ്റെ കൈ പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര പിന്നെ അങ്ങ് വരികയാണ്. എന്നിട്ട് വസുന്ധര അശോകന്റെ കൈ പിടിച്ച് മാറ്റിയ ശേഷം ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് അശോകൻ. എന്നിട്ട് വസുന്ധര പറയാണ് അശോകനോട്, കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വലതുകാല് വെച്ച് കയറി വന്നിട്ടുള്ളൂ, അപ്പോഴത്തേക്കും അപശകുനം പോലെ വന്ന് അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. അവർ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അശോകൻ പറയും, ആര് ജീവിക്കാൻ പോകുന്നു? ഇവളോ? ഇവൾ ജീവിക്കാനൊന്നും പോകുന്നില്ല. ഇവൾക്ക് വേണ്ടിയും ജീവിക്കില്ല, മറ്റുള്ളവരെ ജീവിപ്പിക്കാനും അനുവദിക്കില്ല. അങ്ങനത്തെ ഒരു കെട്ട ബുദ്ധിയാണ് ഇവളുടെ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പറയുന്ന കാര്യം ഓർത്തു വെച്ചോ, ഇവൾ ആരെയും സന്തോഷത്തോടെ ജീവിപ്പിക്കാൻ അനുവദിക്കില്ല. എന്നിട്ട് ശിവാനിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അശോകൻ പറയുകയാണ്, ഇവളുടെ എല്ലാ നാടകവും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇവൾ പ്രണവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നതും പിന്നെ താലികെട്ട് ചടങ്ങ് നടന്നതും എല്ലാം തന്നെ ഇവൾ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇവിടെ വന്നു കയറി നിധിയുടെ ജീവിതം ഇല്ലാതാക്കണം, നിധിയെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് ഇവൾ ഇവിടേക്ക് വന്നു കയറിയിട്ടുള്ളത്. പ്രണവ് പറയണേ, എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അശോകൻ വീണ്ടും പറയുകയാണ്, ഇവൾ ഇവിടേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാൻ വേണ്ടിയും ഈ വീടിനെ തന്നെ നശിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവൾ ഇവിടേക്ക് വലതുകാല് വെച്ച് വന്ന് കയറിയിട്ടുള്ളത്. അങ്ങനത്തെ ബുദ്ധിയാണ് ഇവളുടേത്. എന്തിനാ ഗൗതം ഈ കല്യാണം നടത്താൻ നിങ്ങൾ സമ്മതിച്ചത്? നിങ്ങൾക്കത് തടയാമായിരുന്നില്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഗൗതം പറയാണ്, കല്യാണം മുടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷേ കൂടെ ഉള്ളവർ തന്നെ അതിനിട്ട് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവോ? അശോകൻ പറയണേ, ഇവൾ ഒരു വിഷപ്പാമ്പാണ്, ഇവൾ ഈ വീട്ടിലെ എല്ലാവരെയും ഇല്ലാതാക്കും. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും ഇവളെ അടിച്ചിറക്കുകയാണ് വേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ പ്രണവ്, എന്താ അങ്കിൾ ഈ പറയുന്നത്? പാറു പറയണേ, അതിന് എങ്ങനെ ഇവളെ പുറത്താക്കും? എൻ്റെ മകൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ആ ഒരു അഹങ്കാരം വെച്ചല്ലേ ഇവളിപ്പോ ഇവിടെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത്. വീട്ടിലേക്ക് വന്നു കയറിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും അവൾ അവളുടെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ഇപ്പൊ ഇവിടെ ഇരുന്ന് പാലും പഴവും കഴിക്കുന്ന സമയത്ത് ഞങ്ങളെ എല്ലാവരെയും അവളൊന്ന് കളിയാക്കിയ മട്ടിലാണ് ഞങ്ങളെയൊക്കെ നോക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാനല്ലേ പറ്റൂ എന്ന് പാറു പറയട്ടോ. അത് കേൾക്കുന്ന അശോകൻ പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, വന്നു കയറിയപ്പോഴത്തേക്കും ഇവളുടെ അഭ്യാസമൊക്കെ തുടങ്ങിയോ? നീ ഇവിടെ നിന്നാലല്ലേ നിന്റെ അഭ്യാസങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടെങ്കിലല്ലേ ഈ വീട്ടിലെ മരുമകളായി നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. തന്നെ നിന്റെ കഴുത്തിലെ താലി ഞാൻ അറത്തു മാറ്റുമടി എന്ന് പറഞ്ഞ് ശിവാനിയുടെ കഴുത്തിൽ പ്രണവ് കെട്ടിക്കൊടുത്ത താലി പിടിച്ചങ്ങ് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവും വസുന്ധരയും ഒക്കെ തടയുകയാണ്. അപ്പോൾ നിധിയും പറയുന്നുണ്ട്, അമ്മാവ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അശോകനെ തടയാൻ നിധിയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അശോകൻ ആ താലിയിൽ നിന്നും പിടിവിടാതെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിയും താലിയിൽ കയറി പിടിക്കുന്നുണ്ട്. അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, എന്താ അങ്കിൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറയട്ടോ. അവസാനം വസുന്ധര അശോകന്റെ കൈ പിടിച്ചങ്ങ് വലിച്ചു മാറ്റുകയാണ് കേട്ടോ. എന്നിട്ടൊരു തള്ളു വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കേട്ടോ. അപ്പോൾ അശോകൻ പറയാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കും മേഡം, നിങ്ങൾ വിചാരിക്കും
വിചാരിക്കുന്നത് പോലെയല്ല, ഈ വീടിനെ തന്നെ നശിപ്പിക്കാനാണ് ഇവളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത് എന്ന് വസുന്ധര പറയട്ടെ. ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട് നശിക്കണോ അതോ നന്നാവണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ ഗൗതം ഒരു മൈൻഡ് പോലും ചെയ്യാതെ കയ്യും കെട്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അത് തടയാനോ താലി പൊട്ടിക്കുന്ന സമയത്ത് തടയാനോ അതിൽ ഇടപെടാനോ ഒന്നും തന്നെ ഗൗതം നിൽക്കുന്നില്ല. ഗൗതം ദേഷ്യത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അശോകൻ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗൗതം നിൽക്കുന്നത്. അങ്ങനെ വസുന്ധര പൊട്ടിത്തെറിച്ചുകൊണ്ട് അശോകനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലെ മനസമാധാനവും സന്തോഷവും ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. സ്വന്തം മകളുടെ കഴുത്തിലുള്ള താലി അറുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അച്ഛൻ, നിങ്ങൾ ഒരു അച്ഛനോ അതോ മൃഗമോ? ഇങ്ങനെയൊക്കെയാണോ സ്വന്തം മകളുടെ ജീവിതത്തിൽ കാണിക്കേണ്ടത്? സ്വന്തം അനിയത്തിയുടെ മകളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അച്ഛനൊക്കെ ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ വസുന്ധര അശോകനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അശോകൻ പറയാണ്, വെറുതെ ഈ നിൽക്കുന്ന എൻ്റെ മകൾക്ക് വേണ്ടി നിങ്ങൾ വെറുതെ സപ്പോർട്ടായി സംസാരിക്കുകയൊന്നും വേണ്ട. ഈ വീടിനെ തന്നെ ഇല്ലാതാക്കാനാണ് ഇവളുടെ ശ്രമം. ഈ കുടുംബം തന്നെ തകർത്ത് കളയുമെന്ന് പറയട്ടോ. അപ്പോൾ വസുന്ധര പറയണേ, നിങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോ, എൻ്റെ വീട്ടിലെ കാര്യമൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ നിധിക്കൊക്കെ ഒരുപാട് വിഷമമാവുകയാണ്. വസുന്ധര അത്രയും കടുത്ത വാക്കുകളൊക്കെ അശോകനോട് പറയുന്ന സമയത്ത് അപ്പോൾ ഗൗതമൊക്കെ ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അശോകൻ വീണ്ടും പറയുകയാണ്, ശിവാനി എൻ്റെ മകളാണ്, എൻ്റെ മകളുടെ ജീവിതം എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവൾ കാരണം മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കുകയില്ല. എനിക്ക് ഇവളുടെ കാര്യത്തിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈ അങ്ങ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രണവും തടയുകയാണ്, വസുന്ധരയും തടയുകയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധര അശോകന്റെ നേരെ വിരൽ ചൂണ്ടി പറയുകയാണ്, ഇതുവരെ ഞാൻ നിങ്ങളോട് മര്യാദക്കാണ് സംസാരിച്ചത്. ശിവാനിയുടെ അച്ഛനാണല്ലോ എന്നുള്ള പരിഗണനയാണ് ഞാൻ തന്നത്. പക്ഷെ ഇനി ഞാൻ അത് തരാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും. എന്നിട്ട് നിങ്ങളെ അകത്താക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞാൻ പറയുക. അത് ചെയ്യണോ എന്ന് ചോദിക്കാട്ടോ. അത് കേൾക്കുമ്പോൾ നിധി ആകെ അന്തം വിടുകയാണ്. നിധിക്ക് എൻ്റെ അമ്മാവനെ ഇവർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി ആ സമയത്ത് നിധിക്ക് വരികയാണ്. വസുന്ധര പറയുകയാണ്, നിങ്ങളെ ഞാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. നിങ്ങളുടെ മകളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഇവളുടെ വിവാഹം കഴിഞ്ഞു. പ്രണവാണ് അവളുടെ ഭർത്താവ്. അതുകൊണ്ട് ഇത് എൻ്റെ വീടുമാണ്. ഈ വീട്ടിൽ എന്ത് നടക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ. നിങ്ങൾക്ക് നിധിയോടുള്ള സ്നേഹമൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കാണിച്ചാൽ മതി, ഈ വീട്ടിൽ വന്ന് കാണിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വസുന്ധര അശോകനെ വല്ലാതെ അങ്ങ് അപമാനിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അശോകൻ ശിവാനിയോട് ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്, ഇനി മുതൽ നീ എൻ്റെ മകളല്ലടി, ഈ നിമിഷം മുതൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അശോകൻ വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി അശോകൻ പോയി കഴിഞ്ഞ ശേഷം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ സമാധാനമായില്ലേ? ഇതല്ലേ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നത്? എൻ്റെ താലി നശിപ്പിക്കണം എന്നായിരുന്നില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം? ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വേണ്ട എന്ന് വെച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രണവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു പ്രണവിൻ്റെ കൈ അങ്ങ് ശിവാനി കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഭർത്താവ് പ്രണവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് പാറുവിനോടും ഗോപിനാഥിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് ശിവാനി പറയണേ, ഞാൻ നിങ്ങളുടെ മരുമകളാണ്. നിങ്ങൾ ഇവിടെ നിധിക്ക് കൊടുക്കുന്ന അതേ പരിഗണന എനിക്കും തന്നിരിക്കണം. അവളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാമാണോ ചെയ്തിരുന്നത് അതെല്ലാം എനിക്കും നിങ്ങൾ ചെയ്തു തന്നിരിക്കണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാറു പറയണേ, ഇല്ല, അതൊന്നും നിനക്ക് ചെയ്യില്ല. നിധിയും ഒരേപോലെയാണോ? നിങ്ങളുടെ സ്വഭാവം ഒരേപോലെയാണോ? നിനക്ക് ഒന്നും ഞങ്ങൾ ചെയ്യില്ല. അവൾക്ക് കൊടുത്ത ഒരു പരിഗണയും നിനക്ക് ഞങ്ങൾ തരില്ല എന്നങ്ങ് തീർത്ത് പറയുകയാണ് കേട്ടോ പാറു. അപ്പോൾ ശിവാനിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി വിരൽ ചൂണ്ടിയിട്ട് അവരോട് പറയുകയാണ്, എനിക്ക് തന്നേ പറ്റൂ, നിങ്ങൾ തന്നിരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗോപിനാഥ് പറയണേ, എന്താടി, എന്താ നീ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത്? നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ശിവാനി പറയണേ, ഞങ്ങളെ വിലയില്ലാത്ത ഈ വീട്ടിൽ ഞാനും പ്രണവും ഇനി നിൽക്കില്ല എന്ന് പറയട്ടോ. പാറു പറയണേ, എന്ന ആദ്യം അത് ചെയ്യേ, ഈ വീട് വിട്ട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, അങ്ങനെ വെറും കൈയോടെ ഒന്നും ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്വത്ത് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ ഈ നിമിഷം തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും പൊയ്ക്കോളാം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ പാറു അങ്ങ് ഷോക്കായി പോവുകയാണ്. പാറു നെഞ്ചത്ത് കൈ വെച്ചിട്ട്, ഗോപിയേട്ട എന്താ ഇവൾ ഈ പറയുന്നത് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഗൗതമിന്
ഗൗതമിന് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ഗൗതം പറയാം, വന്നിട്ട് അരമണിക്കൂർ പോലും ആയില്ലല്ലോ, അപ്പോഴത്തേക്കും സ്വത്ത് ഭാഗം വെക്കാനാണോ നീ പറയുന്നത്? അപ്പോൾ നീ സ്വത്തിന് വേണ്ടിയിട്ടാണോ പ്രണവിനെ കല്യാണം കഴിച്ചത്? നീ എന്ത് അധികാരത്തിലാടി ഇവിടെ കയറി വന്ന് സ്വത്തൊക്കെ ചോദിക്കുന്നത്? തെരുവിൽ നിന്നും കയറി വരുന്നവർക്കൊക്കെ സ്വത്ത് വിതരണം ചെയ്യാൻ ഇവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ടോ? നീ സമ്പാദിച്ചു വെച്ചതാണോ? നീ ചോദിക്കുമ്പോൾ നിനക്ക് എടുത്തു തരാൻ സ്വത്തുക്കളൊക്കെ. എന്നിട്ട് ഗൗതം ശിവാനിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇനി കുറച്ചു നേരമായി ഓവറായിട്ട് സംസാരിക്കുന്നു, മര്യാദക്ക് സംസാരിച്ചോളണം, അത് ഓർമ്മ വെച്ചോ എന്ന് പറയട്ടോ. അപ്പൊ തന്നെ ശിവാനി പ്രണവിനെ എരിപിരി കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. എന്താ കാർത്തിക് ഈ പറയുന്നത്? ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് ചെയ്യാനുള്ള ഒരു മര്യാദയും ഇവർ ചെയ്യുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചത് ഞാൻ ന്യായമല്ലേ ചോദിക്കുന്നത്? എൻ്റെ പ്രണവിന് ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കേണ്ടതല്ലേ? ഇവരതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്? എന്നിട്ട് എന്നെ വെറുതെ ചീത്ത പറയുന്നതും എന്നോട് വെറുതെ വഴക്കിടാനും വരുന്നത് കണ്ടില്ലേ എന്ന് പറയട്ടെ. അങ്ങനെ പറയുന്നതെല്ലാം നല്ലതാണെന്ന് ഉദ്ദേശിച്ച് പ്രണവ് വീണ്ടും അതിൽ ഇടപെടുകയാണ്. ശിവാനി ചോദിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്? ശിവാനി പറഞ്ഞതെല്ലാം കാര്യം തന്നെയല്ലേ? ഈ വീട്ടിലുള്ളവർ ആരും തന്നെയും ഞങ്ങൾക്ക് ഒരു മര്യാദയും തരുന്നില്ല. ശിവാനി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എന്നങ്ങ് ചോദിക്കട്ടോ. അപ്പൊ നിധി പറയണ, നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ശിവാനി ചോദിച്ചത് കണ്ടില്ലേ? വന്നു കയറിയിട്ട് കുറച്ചു നേരമായുള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കണം എന്നല്ലേ പറയുന്നത്? അത് ശരിയാണോ? എന്താ ഏട്ടത്തി ശിവാനി ചോദിച്ചതിൽ ഒരു തെറ്റുള്ളത്? എനിക്കും അവകാശപ്പെട്ട സ്വത്തുക്കളാണ് ഇതെല്ലാം തന്നെ. അപ്പോ ഏട്ടത്തിയും ഏട്ടനും കൂടി ഒറ്റയ്ക്കങ്ങ് എല്ലാം സ്വന്തമാക്കി വെട്ടിപ്പിടിക്കാമെന്നാണോ കരുതിയത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിധിയും ഗൗതമും പാറുവും ഗോപിനാഥൊക്കെ ഷോക്കായി പോവുകയാണ്. അപ്പോൾ വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ഗൗതം അങ്ങ് ദേഷ്യം വന്നിട്ട് പ്രണവിന്റെ നേരെ അങ്ങ് അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എന്ത് പറഞ്ഞടാ നീ എന്ന് പറഞ്ഞ് കൈ ഓങ്ങുകയാണ്. അപ്പോഴത്തേക്കും നിധി തടയുകയാണ്, അതുപോലെ വസുന്ധരയും അങ്ങ് തടയാണ് കേട്ടോ. ഗൗതം എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ്. എന്താണ് അവൻ ചോദിച്ചതിൽ ഒരു തെറ്റുള്ളത്? എന്താ ശിവാനിക്ക് ഇവിടെ ഒന്നും ചോദിക്കാനുള്ള അധികാരമില്ലേ? ഇവളെന്താ സ്വത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ശിവാനിക്കും എന്താ ചോദിച്ചൂടെ? നീ നിന്റെ ഭാര്യയുടെ കൂടെ സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്താ ശിവാനിയുടെ ഭർത്താവാണ് പ്രണവ്, അപ്പോൾ പ്രണവിന് അവന്റെ ഭാര്യയുടെ കൂടെ നിൽക്കാൻ പാടില്ല, അതിനാണോ നീ അവനെ അടിക്കാൻ ചെല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറയും, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിധിയും ശിവാനിയും ഒന്നാണോ എന്ന് ചോദിച്ച് വസുന്ധരയുടെ നേരെ വിരല് ചൂണ്ടിയിട്ടും കൈയൊക്കെ ഓങ്ങിയിട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ, ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോഴത്തേക്കും നിധി അങ്ങ് തടയുകയാണ്. എന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് വസുന്ധരയോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് വസുന്ധരയെ ഒരു ബഹുമാനമില്ലാത്ത പോലെ തന്നെ ദേഷ്യത്തിൽ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ നിധി തടയുകയാണ് ഗൗതമിനെ. അപ്പോഴത്തേക്കും ശിവാനി ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പ്രണവിന്റെ നേരെ കൈ ഓങ്ങിയത്? ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനായിരുന്നു പ്രണവ്, പക്ഷേ ഇന്ന് മുതൽ പ്രണവ് എൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അടിക്കാൻ ഒരു അർഹതയുമില്ല. ഇനി എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൈയോങ്ങി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നങ്ങ് പറഞ്ഞതോട് നീ എന്ത് ചെയ്യുമടി? ഇനിയും ഞാൻ പ്രണവിനെ അടിച്ചാൽ നീ എന്തടി ചെയ്യുക എന്ന് ഗൗതം ചോദിക്കാണ്ട്. അപ്പോൾ പാറുവും ഗോപിനാഥും ഒക്കെ ആകെ തരിച്ചു നിൽക്കുകയാണ്. ഈ കുടുംബം തന്നെ ഇല്ലാതാക്കാനാണല്ലോ ഈ അപശകുനം കയറി വന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ശിവാനി അപ്പോൾ പറയുകയാണ്, പ്രണവിൻ്റെ കൈ പിടിച്ച് വരെ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഇനി മുതൽ എൻ്റെ ഭർത്താവിനെ നിങ്ങൾക്ക് തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഇവരുടെ അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് അടിക്കാൻ എന്ത് അധികാരമാണുള്ളത്? എൻ്റെ പ്രണവ് ഒരു പാവമായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇനി മുതൽ എൻ്റെ പ്രണവിൻ്റെ മേൽ ഒരു തുള്ളി മണ്ണ് പോലും ഇടാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് തരാനുള്ള എല്ലാ മര്യാദകളും തന്നാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളാം എന്ന് പറയട്ടെ. ഈ വീട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ചു ജീവിക്കണോ അതോ രണ്ടായിട്ട് ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് എന്താന്ന് വേണ്ടെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യേ എന്ന് ശിവാനിയുടെ ആ കടുത്ത വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. വസുന്ധരയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇവൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കടുകട്ടിയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ പറയുകയാണ് വസുന്ധര. എന്നിട്ട് ശിവാനി പതുക്കെ പ്രണവിനോട് പറയണം, വാ നമുക്ക് പോവാം എന്ന് പറയട്ടെ. അപ്പോൾ പ്രണവ് അവിടെ തന്നെ നിൽക്കുമ്പോൾ ശിവാനി പ്രണവിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വാ പോവാം എന്ന് പറഞ്ഞിട്ട് ശിവാനി പ്രണവിൻ്റെ കൈ പിടിച്ച് നേരെ അങ്ങ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ആകെ അന്തം വിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പാറു പൊട്ടിക്കരയുകയാണ് കേട്ടോ. തലക്ക് കൈ അടിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാം നശിച്ചു, ഈ വീട് ഇല്ലാതായി, ഈ വീടിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം നശിച്ചു, ഈ വീട് ഇനി രണ്ടായി മാറുകയാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരയുകയാണ്. വീട്ടിലേക്ക് വന്നു കയറിയിട്ട് 10 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴത്തേക്കും ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും
സമാധാനവും ഇല്ലായില്ലേ, ഇപ്പോൾ സമാധാനമായില്ലേ വസുന്ധര എന്ന് ചോദിച്ച് വസുന്ധരയുടെ നേരെ പാറു അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ഗോപിനാഥ് പാറുവിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൗതമും പുറകെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പം നിധിയും വസുന്ധരയും തനിച്ചാവുകയാണ് ഹാളിൽ. അപ്പോൾ വസുന്ധര നിധിയോട് പറയുകയാണ്, വാണി ഈ വീട്ടിൽ വന്ന് നിലവിളക്ക് കത്തിച്ചതോടുകൂടി ഈ വീട് മൊത്തം ഇപ്പോൾ കത്തി തുടങ്ങുകയാണ്. ആ കത്തൽ ചാമ്പലിൽ നീ ഈ വീട്ടിൽ നിന്നും പുറത്താവുക തന്നെ ചെയ്യും. അതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ, നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് വസുന്ധര നിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് പോവുകയാണ്.